ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റംദാൻ ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ നേരെ നെസ്റ്റോയിലോട്ടാണ് വന്നത്. കാരണം നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് നെസ്റ്റോ ആണ് വരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ അങ്ങനെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും, ലീഫ്ലെറ്റ്. അതും എടുത്തിട്ട് നമ്മൾ നേരെ നെസ്റ്റോ വന്നാലും ഫസ്റ്റ് ചൂസിന് വേണ്ടത് ജ്യൂസ് ആയതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തിരുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഞങ്ങൾക്ക് ബിരിയാണി റൈസ് വേണമായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ ബ്രാൻഡിൻ്റെ പല റേറ്റിൻ്റെതായിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ 5 kg ഒരു ജീരകശാല റൈസാണ് എടുത്തത്. കാരണം ഷിക്കുവിന് ജീരകശാല റൈസാണ് കൂടുതലും ബിരിയാണി വെക്കുമ്പോൾ ഇഷ്ടം. പിന്നെ പുട്ടുപൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഇങ്ങനെ പപ്സിൻ്റെ ഒക്കെ കുറേ സംഭവങ്ങൾ കണ്ട്. സ്നാക്സാണത്. അപ്പോൾ എന്താ പറയുക, അതിൽ നിന്ന് പോയിട്ട് എഗ് പപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫാസിൽ കാട്ടോ വാങ്ങിച്ചു തന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പപ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി പപ്സായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പപ്സ്. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ പോയത് എന്താ പറയുക, അതിൻ്റെ ഇടയിൽ നമ്മൾ ചൂസിന് മിച്ചർ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ മീറ്റ് സെക്ഷനിലോട്ടാണ് പോയത്. എന്നിട്ട് 1 കിലോ ബീഫ് വാങ്ങി. പിന്നെ ഇതേപോലത്തെ 2 പാക്കറ്റ് കൊള്ളിക്കും കൂടിയിട്ട് 8 ദിർഹംസാണ് വരുന്നത്. ഞങ്ങളെപ്പോൾ വന്നു കഴിഞ്ഞാലും അതും മേടിക്കാറുണ്ട്. അപ്പോൾ അത് ഇപ്രാവശ്യം വാങ്ങി. പിന്നെ സ്വീറ്റ് കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഫ്രോസൺ ചിക്കൻ, ലോങ് ലൈഫിൻ്റെ മിൽക്ക് ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ചധികം നാളിരിക്കും. മറ്റേതാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡേറ്റ് തീർന്ന് പോവും. അതുകൊണ്ടാണ് ലോങ് ലൈഫിൻ്റെ വാങ്ങിയത്. പിന്നെ ജ്യൂസ് അടിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ലോങ് ലൈഫിൻ്റെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ നേരെ ഡേറ്റ്സിൻ്റെ ഇതിലേക്ക് വന്ന് അങ്ങനെ ഷിക്കു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ഡേറ്റ്സിൻ്റെ ബോക്സാണ് എടുത്തത്. കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ എന്താ പറയുക, ഫ്രൂട്ട് സെക്ഷനിലോട്ടാണ് പോയത്. പല കൺട്രീസിൻ്റെ ആപ്പിൾ ഉണ്ടായിരുന്നു, പല റേറ്റിൻ്റെ ആപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആപ്പിളൊക്കെ എടുത്തിട്ടതിന് ശേഷം പിന്നെ ഓറഞ്ച്, മാങ്ങ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അത്ര ഫ്രൂട്ട്സ് ലവേഴ്സ് അല്ല. ഇപ്പം നോമ്പായതുകൊണ്ടാണ് ഇങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ മേടിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഓറഞ്ചാണ് എടുക്കുന്നത്. ഓറഞ്ച് എടുത്ത് പിന്നെ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കുറച്ച് ശേഷം എടുത്തിട്ടുള്ളൂ, കാരണം ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ അതുപോലെ കറി ലീവ്സും കോക്കനട്ടിൻ്റെ മറ്റേ ചെറുകിയ സംഭവമില്ലേ അതും, അതുപോലെ പൊട്ടാറ്റോ ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ ഒനിയനും ടൊമാറ്റോ ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോയി. ഇതിലിപ്പോൾ ഫുള്ളായിട്ട് ഷിക്കു എടുക്കണതാണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ റേറ്റ് നോക്കി ഗ്രാം നോക്കി തൂക്കം നോക്കി എടുക്കാനൊന്നും അറിയില്ല. ഞാൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നേരെ പറക്കി കൂട്ടിയിട്ടിട്ട് പോരും, അല്ലാണ്ട് അങ്ങനെ വെയിറ്റൊക്കെ നോക്കിയിട്ട് എടുക്കുകയൊന്നുമില്ല. പിന്നെ മറ്റേ ഗ്രേപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ, ഇത് ഈ ഒരു 30 എഗ്സിന് വരുന്നത് 11 ദിർഹംസാണ്. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ അതേ പപ്പടം വാങ്ങി. ഈ ഒരു പപ്പടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് പൊള്ളക്കും. വേറെ പല ബ്രാൻഡിൻ്റെ വാങ്ങിയിട്ടും ഇങ്ങനെ ഇട്ടാൽ പരക്കും, കഴിഞ്ഞാൽ തീരെ പൊള്ളക്കാത്തൊരു ടൈപ്പ് പപ്പടമൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ സബർജില്ലാവും അങ്ങനത്തെ എന്തോ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പഴം മേടിക്കാൻ നോക്കിയപ്പോൾ പഴം ഭയങ്കര കല്ല് പോലെ, റോബസ്റ്റ് ആയാലും നേന്ത്രപ്പഴം ആയാലും ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചില്ലി എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ചില്ലിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ എന്താ മേടിക്കാമെന്ന് ആലോചിച്ചിട്ട് എന്താ പറയുക, ഈ സ്മോൾ ടൊമാറ്റോ എപ്പോഴും മേടിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഷിക്കു അത്ര തല കുലുക്കിയില്ല, അപ്പം അത് വാങ്ങിയില്ല. പിന്നെ ഈ ഒരു സംഭവമില്ലേ, സ്വീറ്റ് ലെമൺ എന്നാണ് പറയുക. എനിക്ക് തോന്നണത് മറ്റേ ഷമാമില്ലേ അതേപോലത്തെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടോ ഇല്ല എനിക്ക് ഓർമ്മയില്ല. നാട്ടിൽ വെച്ചിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വെയിറ്റൊക്കെ നോക്കിയിട്ട് എന്താ പറയുക, പ്രൈസൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അവിടെ നിന്ന് നീങ്ങിയപ്പോൾ വീണ്ടും കുറേ എഗ്സിൻ്റെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ഞങ്ങൾ മുൻപ് വാങ്ങിയിട്ടുണ്ടായിരുന്ന എഗ്ഗ് മാറ്റിയിട്ട് ഇവിടെ നിന്ന് വേറൊരു എഗ്ഗ് എടുത്ത്. എന്താ പറയുക, ഇവിടുത്തെ എഗ്ഗിന് 13 ദിർഹംസാണ്. പക്ഷേ കുറച്ചും കൂടി വലിപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേത് മാറ്റിയിട്ട് ഇതെടുത്ത്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, യോഗേർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പല ബ്രാൻഡിൻ്റെ ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതാണ് വാങ്ങാറുള്ളത്, മറ്റേ സ്റ്റെറിലൈസ്ഡ് യോഗേർട്ട് എന്ന് പറഞ്ഞിട്ട്. മുമ്പ് വാങ്ങിയിരുന്നത് സോറിൻ്റെ ഇതാണ് വാങ്ങിയിരുന്നത്. ഇപ്പം മറ്റേതിക്കാണ് തിരിഞ്ഞത്, അങ്ങനെ അതാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺഫ്ലവർ എടുത്ത്. പിന്നെ ഞങ്ങൾ നേരെ മറ്റേ ഒലീവ്സ് ഇല്ലേ അത് മേടിക്കാൻ വേണ്ടി പോയി. കാരണം ഒലീവ്സ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എപ്പോൾ നെസ്റ്റോ പോകുമ്പോഴും മേടിക്കാറുണ്ട്.
മെയിനായിട്ട് വാങ്ങിക്കാറ് മറ്റേ ടർക്കിഷ് ഒലീവ്സാണ്. മറ്റേ ഒലീവിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഗ്രീൻ ചില്ലി ഇങ്ങനെ കയറ്റി വെച്ചിട്ടുള്ള ആ ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള സംഭവമാണ് മേടിക്കാറ്. പിന്നെ നമ്മളെ കടലമാവ് മെയിനാണല്ലോ, നോമ്പിന് കടലമാവ് മെയിനാണ്. അപ്പോൾ അത് വാങ്ങി പിന്നെ ഒരു ജ്യൂസും കൂടി എടുത്തിട്ട് നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോന്ന് അവിടെ നിന്ന് നമ്മൾ പട്ട, കറിയാമ്പൂ, ഏലക്ക, ഗ്രാമ്പൂ അതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഈ കണ്ണില്ല കുറേ പല റേറ്റിൻ്റെ ഉണ്ട്. ഇതിന് 13 ദിറംസ്, പിന്നെ 25 ദിറംസിൻ്റെത്, പിന്നെ എന്താ പറയുക 11 ദിറംസിൻ്റെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 11 ദിറംസിൻ്റെ ആണ് എടുത്തത്. ഞങ്ങൾ സാധാ ആ സംഭവം എടുത്തത്. പിന്നെ ഇവിടെ കുറേ മറ്റേ എന്താ പറയുക കടല, പരിപ്പ് അങ്ങനത്തെ കുറേ സംഭവം ലൂസായിട്ട് കൊടുക്കണതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ എന്താ പറയുക ഇച്ചൂസിന് നട്ട്സ് മേടിക്കാനുണ്ടായിരുന്നു. ഇച്ചൂസിന് കാഷ്യൂ നട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്, മറ്റേ സോൾട്ടിൻ്റെ. അപ്പം അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ എന്തൊക്കെയോ മേടിക്കാനുണ്ടായിരുന്നു, പക്ഷേ ആ ടൈമിൽ ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഗീ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം നേരെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഗീൻ്റെ കുറേ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് RKG എടുത്തിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പം തന്നെ ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ്. പിന്നെ മാത്രമല്ല ഇതേം കൂടുതൽ ലേറ്റായാൽ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പുറത്ത് 2 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം ചടപടയുന്ന സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നതാണ്. അപ്പം നമ്മൾ നേരെ റൂമിലോട്ടാണ് പോണത്. അപ്പം ഇന്നത്തെ ഒരു റംദാൻ ഷോപ്പിംഗ് വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ.